എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസത്തിൽ ഇനിയുള്ള 3 ദിവസങ്ങൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഒരു ഭാഗ്യ പരീക്ഷണത്തിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. അതെന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. അതിനു മുമ്പ് എൻ്റെ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമുക്ക് ആദ്യം തന്നെ പറയാം അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. വരുന്ന 3 ദിവസങ്ങളിൽ ധനനേട്ടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വീട്ടിലെ കലഹ അന്തരീക്ഷം മാറി സ്വസ്ഥത വർദ്ധിച്ചു വരുന്നൊരു ഭാഗ്യം കൂടി ഇവർക്ക് കാണുന്നുണ്ട്. കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ദാമ്പത്യ ക്ലേശങ്ങൾക്ക് കുറവ് കണ്ടു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. കച്ചവടത്തിൽ ഈ 3 ദിവസം നല്ല ലാഭം കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽപ്പെടാതെ വരും ദിവസങ്ങളിൽ സൂക്ഷിക്കണം. സ്ത്രീ പുരുഷ ബന്ധിയായ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. നല്ലതെന്ന് വിചാരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും അനുകൂല ഫലങ്ങൾ കൂടുതൽ തരാൻ സാധ്യതകൾ തന്നെ കാണുന്നുണ്ട്. ഉദരരോഗം, നേത്രരോഗം, പനി എന്നിവ കാലാവസ്ഥയുടെ പ്രശ്നം മൂലം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. അമിതമായ രക്തസ്രാവം, അർശോരോഗബന്ധിയായ രക്തസ്രാവം ഇവയൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും. വാക്കുദോഷം മൂലമുള്ള കാര്യതടസ്സങ്ങളും മാറും. ജോലിക്കാർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും. വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടുകൂടി നടത്തണം. അപ്രതീക്ഷിതമായ ചില പ്രധാന കാര്യസാധ്യങ്ങളും ഇവർക്ക് ഉണ്ടാകും. വീട്ടിലെ കലഹങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ധനനേട്ടം ഉണ്ടാകും. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ഈ 3 ദിവസത്തിനുള്ളിൽ ഇവരെ വിട്ടൊഴിയും. വഴിയാത്രയിൽ ചില അനുകൂല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. പലവിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും. ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ അവസരങ്ങളുണ്ട്. യാത്രകൾ വേണ്ടിവരും. തൊഴിൽ രംഗത്ത് വേണ്ട രീതിയിൽ പുരോഗതി ഉണ്ടാകും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ ഒരു ക്ലേശവും ഉണ്ടാകില്ല. ഈശ്വര ആരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഭൂമി കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വയം തൊഴിലുകൾ അധിക പണം ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, വീഴ്ച ഇവ കൂടി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ഈ നക്ഷത്ര ജാതകർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കൂടുതലായിട്ട് ലഭിക്കും. കോൺട്രാക്ടർമാർക്ക് ഈ ദിവസം 3 നല്ല നിർണായകമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരിക്കും. ഗവൺമെൻറ്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ നീങ്ങും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. മനോവിചാരങ്ങളും ആദിയും കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. ധനാഗമങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്, നടുവും പുറവും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ
ഇവയ്ക്കൊക്കെ ഒരു ശമനം കണ്ടു തുടങ്ങും. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 ദിവസങ്ങൾ കൂടിയാണ്. മനസ്സിന് സ്വസ്ഥമായൊരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുക. മുൻകോപം നിയന്ത്രിക്കാൻ സാധിക്കും. ഉറക്കക്കുറവ് പരിഹരിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ മാറാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും കഴിച്ചു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. ഉൾഭയം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടരുത്. വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ അനുഭവങ്ങളിൽ നിന്നും മോശമായ കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടാകും. കാര്യതടസ്സങ്ങളൊക്കെ ഏറെക്കുറെ ഇവരെ വിട്ടൊഴിയും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായിട്ട് ഈ 3 ദിവസത്തിനുള്ളിൽ വരാൻ സാധ്യതകൾ കൂടുതലാണ്. ദാമ്പത്യ ബന്ധവും മെച്ചപ്പെട്ടു തുടങ്ങും. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റും നിർമ്മാണത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ ലഭിക്കും. ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിൽ ആഴ്ത്തും. ഉദരബന്ധിയായ രോഗങ്ങൾ, വായുകോപം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. വാടക വീടുകൾ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി വേണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ഭാഗ്യശാലികളായ മകം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്കും നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണങ്ങൾ മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം. ദുർവ്യയങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. പല പ്രകാരത്തിലും നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. ദാമ്പത്യ കലഹങ്ങൾ മാറിത്തുടങ്ങും. പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കണം. സഹായികളിൽ നിന്ന് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. അലസതകൾ വിട്ടൊഴിയും. കേസുകാര്യങ്ങളിൽ വിജയിക്കും. തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും. പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട്. സഹോദര ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ മാറും. തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോയവർക്ക് അത് വീണ്ടും നടത്താൻ ഉള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പലവിധ സന്തോഷ അനുഭവങ്ങൾ ഈ 3 ദിവസത്തിൽ ഇവർക്ക് ലഭിക്കും. ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒരു തുക സമ്മാനമായിട്ട് ലഭിക്കാൻ ഭാഗ്യം ചെയ്തൊരു നക്ഷത്ര ജാതകർ കൂടിയാണ് ഇവർ. മുഖത്ത് ദൈന്യഭാവം ഉണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സുഖശയനം ഉണ്ടാകും. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധിയായ പ്രതിസന്ധിയും ഉണ്ടാകും. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വാക്കുദോഷം മൂലം ഉള്ള അനർത്ഥങ്ങൾ വിട്ടൊഴിയും. കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. രോഗശാന്തി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും കടന്ന വിഷാംശം അത് ചികിത്സ വഴി മാറിക്കിട്ടും. കഫക്കെട്ട് മൂലമുള്ള തലവേദനയ്ക്കും ശമനം കണ്ടു തുടങ്ങും. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് വിജയത്തിലേക്ക് കടക്കാൻ ഈ 3 ദിവസം ഇവർക്ക് സഹായകമാകും. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ്. ഭൂമി ഇടപാടുകൾക്ക് ലാഭം കണ്ടു തുടങ്ങും.
പണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ്. ഇവർ ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.